നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അസുഖത്തെ തുടർന്ന് ജോലി ചെയ്യാനാകാത്തതിനാൽ ദുരിതത്തിലായ മലയാളി യുവാവ് നാട്ടിലേക്ക് മടങ്ങി. വെറും കൈയോടെ മടങ്ങാനൊരുങ്ങിയ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഷരീഫ് ഒടുവിൽ നിറമനസ്സോടെയാണ് ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ അറേബ്യ ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര പുറപ്പെട്ടത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മടങ്ങുന്ന നിരാലംബർക്ക് അത്യാവശ്യ വീട്ടുസാധനങ്ങൾ ഉൾപ്പെടുത്തി ഗിസൈസ് അൽ തവാറിലെ എമിറേറ്റ്സ് കമ്പനീസ് ഹൗസ് ഉടമ കോഴിക്കോട് സ്വദേശി ഇക്ബാൽ മാർക്കോണി സമ്മാനിക്കുന്ന ദുബായ് പെട്ടിയുമായാണ് ഈ യുവാവ് യാത്രയായത്. പെട്ടി കൂടാതെ ഇക്ബാൽ മാർക്കോണി നൽകിയ അത്യാവശ്യ ചിലവിനുള്ള തുകയും സാമൂഹിക പ്രവർത്തകൻ ആദിൽ സാദിഖ് സമ്മാനിച്ചു. ഷരീഫിന്റെ കഥന അറിഞ്ഞതോടെ ഒട്ടേറെ പേർ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. സാമൂഹിക പ്രവർത്തകനും ഷാർജ IMCC വൈസ് പ്രസിഡന്റുമായ അനീസ് റഹ്മാൻ നിർവേലി ഷരീഫിന് സമ്മാനങ്ങൾ നൽകി. സാമൂഹിക പ്രവർത്തകൻ ദീപു മഹാദേവ്, സാമൂഹിക പ്രവർത്തകനും വ്യവസായിയുമായ സൈമൺ, മനോജ് എന്നിവരും അടൂർ ഗ്ലോബൽ UAE കൂട്ടായ്മയും ഷരീഫിന്റെ പ്രശ്നങ്ങൾ തീർത്ത് യാത്രയാക്കാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തു. വാടക വീട്ടിൽ കഴിയുന്ന 5 മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഷരീഫ് ഷാർജയിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി കിട്ടി അധികം കഴിയുന്നതിന് മുൻപേ രോഗം പിടികൂടുകയായിരുന്നു. സന്ദർശക വിസയിലെത്തി ഏറെ ശ്രമിച്ചതിനെ തുടർന്നാണ് ഷാർജയിലെ കൊല്ലം സ്വദേശി സുധീർ എന്നയാളുടെ റെസ്റ്റോറന്റിൽ ജോലി കിട്ടിയത്. നവംബർ 24-ന് വിസ പതിച്ചു കിട്ടി. ജനുവരിയിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടാവുകയും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. തുടർന്ന് ഡോക്ടർമാർ പരിശോധിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു. ഇതിന് വലിയ തുക ആവശ്യം വരുമെന്നതിനാൽ ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷ പോലും ഇല്ലാത്ത ഷരീഫ് ശരിക്കും കുടുക്കിലായി. അൽ ഖാസിമി ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ ശസ്ത്രക്രിയ വേണമെന്നും ഇതിന് 4500 ദിർഹം ചിലവ് വരുമെന്നും അറിയിച്ചു. ഇതേ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. വിസ ക്യാൻസൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ റെസ്റ്റോറന്റ് ഉടമ സുധീർ പൂർത്തിയാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.